ശ്രീ KP കുഞ്ഞമുതൊട്ടി മാസ്റ്റർ. സർ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാലോചിതമായ പരിഷ്കരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ആർ ബിന്ദുവിനെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. എൻ്റെ ചോദ്യം സർ ഇതാണ്: പരീക്ഷാ മൂല്യനിർണ്ണയ രീതികളിൽ എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് കേരളത്തിൻ്റെ കരിക്കുലം നിർദ്ദേശിച്ചിരിക്കുന്നത്? വിശദാംശങ്ങൾ ലഭ്യമാക്കാമോ? പരീക്ഷാ മൂല്യനിർണ്ണയ രീതിയിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായും അതുപോലെ പരീക്ഷാ പരിഷ്കരണത്തിന് നിയോഗിക്കപ്പെട്ടിരുന്ന കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായും നമ്മുടെ പരീക്ഷാ സമ്പ്രദായം തന്നെ പൊളിച്ചെഴുതുന്ന രീതിയിലുള്ള മാറ്റങ്ങളിലേക്കാണ് നാം നീങ്ങുന്നത്. അധ്യാപനം, പഠനം, പരീക്ഷാ മൂല്യനിർണ്ണയം തുടങ്ങിയ രീതികളിലൊക്കെ സമൂലമായ മാറ്റങ്ങളാണ് നിർദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സെൽഫ് ലേണിംഗ്, സ്വയം പഠനത്തിന് കഴിയുന്ന വിധത്തിലും എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് സാധ്യമാകുന്ന വിധത്തിലുമാണ് ഇപ്പോൾ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നത്. ഓരോ വിഷയത്തിൻ്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സവിശേഷമായി പഠിക്കാനും അതിൽ നിന്ന് ആർജിക്കുന്ന അറിവുകളിൽ നിന്ന് പുതിയ അറിവുകൾ ഉൽപ്പാദിപ്പിക്കാനും കെൽപ്പുള്ളവരായിട്ട് വിദ്യാർത്ഥികളെ രൂപീകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായി വ്യക്തമായി നിർവചിക്കപ്പെട്ട ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് ഓരോ കോഴ്സും വിദ്യാർത്ഥി പഠിക്കുക. ഒരു സർവകലാശാലയ്ക്ക് കീഴിൽ തന്നെ വ്യത്യസ്തമായ കോളേജുകളിൽ ഒരു വിഷയം വ്യത്യസ്തമായ രീതിയിലായിരിക്കാം പഠിക്കുന്നത്. ഓരോ കോളേജിൻ്റെയും തന്നെ സവിശേഷ സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് കൂടി അത് മാറുന്ന വിധത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി ഇപ്പോൾ അനുവദിക്കുന്നുണ്ട്. സാമൂഹ്യശാസ്ത്രം, മാനവിക ഭാഷാ വിഷയങ്ങളിലും ഉൾപ്പെടെ പ്രാക്ടിക്കൽ എന്ന നിലയിലുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. നൈപുണ്യ വിടവ് നികത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്കിൽ കോഴ്സുകൾ ഉൾപ്പെടെ ക്രെഡിറ്റ് നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഓപ്പൺ ബുക്ക് എക്സാം, അതുപോലെ പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇൻറ്റേൺഷിപ്പുകൾ, അസൈൻമെൻറ്റുകൾ എല്ലാം പ്രായോഗിക പരീക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്.